അതിക്രൂരമായി യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ട്രാവൽസിനെതിരെ പ്രതികരിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം അറിയിച്ചു രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സ്വന്തം അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് സുകന്യ കൃഷ്ണ എന്ന പെൺകുട്ടി. ഏകദേശം ഒരു വർഷത്തിനു മേലെയായി ഈ സംഭവം നടന്നിട്ട്. ഒരു പരീക്ഷയുടെ ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. തിരികെ വരുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നിർഭാഗ്യവശാൽ കല്ലട ബസ്സിലാണ് എന്നു പറഞ്ഞാണ് സുകന്യയുടെ കുറിപ്പ് തുടങ്ങുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഒരു കേരള ബാംഗ്ലൂർ യാത്രാ വിലാപം. ഏകദേശം ഒരു വർഷത്തിനു മേലെയായി ഈ സംഭവം നടന്നിട്ട്. ഒരു പരീക്ഷയുടെ ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരം വരെ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. തിരികെ വരുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നിർഭാഗ്യവശാൽ കല്ലട ബസ്സിലാണ്. യാത്രയുടെ തലേദിവസമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാത്രി യാത്ര ആയതിനാലും അടുത്ത ദിവസം ജോലിക്ക് പോകേണ്ടതിനാലും യാത്രാ സൗകര്യം കണക്കിലെടുത്തും ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു. സിംഗിൾ സ്ലീപ്പർ എല്ലാം ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതിനാൽ ബസ്സിന്റെ പിൻസീറ്റിന്റെ ഭാഗത്തായി ഒരു ഡബിൾ സ്ലീപ്പർ അപ്പർ ബെർത്ത് ആയിരുന്നു എനിക്ക് ലഭിച്ചത്. എന്റെ ബെർത്തിനൊപ്പമുള്ള ബെർത്ത് മറ്റു സ്ത്രീകൾക്ക് ബുക്ക് ചെയ്യാനും സാധിക്കും. പക്ഷെ ബസ് യാത്ര തുടങ്ങും വരെ ആ ബെർത്ത് ആരും ബുക്ക് ചെയ്തിരുന്നില്ല എന്ന് ബുക്കിംഗ് ആപ്പിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചു. ബസ് യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. ഒരുപാട് അലഞ്ഞ ഒരു ദിവസമായിരുന്നതിനാൽ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ആരോ എന്നെ തട്ടി ഉണർത്തി. പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ഉറങ്ങാൻ കിടക്കും മുൻപ് ഞാൻ മൂടിയ കർട്ടനുകൾ തുറന്നിരിക്കുന്നു. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു മനുഷ്യൻ എന്റെ മുന്നിൽ. സ്ലീപ്പറിന്റെ കോണികൾ പകുതി കയറി നിൽക്കുകയാണ് അയാൾ. ആരാണ്, എന്താണ് വേണ്ടത് എന്നൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഈ ബസ്സിലെ സ്റ്റാഫാണ്. എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ബാക്കി സീറ്റുകളെല്ലാം ഫുൾ ആണ്. എനിക്കൊന്ന് ഉറങ്ങണം. കൊച്ചു അങ്ങോട്ട് നീങ്ങിക്കിടക്കും. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ മദ്യത്തിന്റെ സ്മെൽ വല്ലാതെ വരുന്നുണ്ടായിരുന്നു. സകല ധൈര്യവും എടുത്ത് ഞാൻ അയാളോട് പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ എന്നോട് കുറെ തർക്കിച്ചു. ഒടുവിൽ മുൻവശത്തെ സീറ്റുകളിൽ നിന്ന് ഒന്ന് രണ്ട് ചേട്ടന്മാർ വന്ന് കാര്യം തിരക്കി. നടന്ന സംഭവം ഞാൻ അവരോട് പറഞ്ഞു. പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലാക്കിയതിനാലാകണം അയാൾ ഡ്രൈവറുടെ ഭാഗത്തേക്ക് നടന്നുപോയി. പക്ഷെ ആ രാത്രി പിന്നീട് എനിക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. ആകപ്പാടെ ഒരു പേടിയായി. അയാൾ പിന്നെയും വരുമോ എന്നായി ചിന്ത. അപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആപ്പിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചു. അടിയന്തര സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ മറുപടി വിചിത്രമായിരുന്നു. നാളെ ബാംഗ്ലൂരിലെത്തിയ ശേഷം വിശദമായ ഒരു ഇമെയിൽ അവർക്ക് അയച്ചാൽ അവർ അന്വേഷിക്കാമെന്നായിരുന്നു അവരുടെ മറുപടി. ഒന്ന് രണ്ട് അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. എന്റെ ലൈവ് ലൊക്കേഷനും ബസിന്റെ വിവരങ്ങളും അവരുമായി പങ്കുവച്ചു. കല്ലടയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല. ഒടുവിൽ ബാംഗ്ലൂരിൽ വന്ന് ഇറങ്ങിയതും മടിവാള പോലീസ് സ്റ്റേഷനിലെത്തി വണ്ടി നമ്പർ മറ്റു വിവരങ്ങളും അടക്കം പരാതി നൽകിയെങ്കിലും അവർ എന്നെ പിന്തിരിപ്പിച്ചയച്ചു. മറ്റൊരു സംസ്ഥാനത്തിന്റെ പരിധിയിൽ നടന്ന സംഭവത്തിൽ അവർക്ക് FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നും സംഭവം നടന്നപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു വേണ്ടെന്നുമൊക്കെ പറഞ്ഞ് കുറെ ഉപദേശം നൽകിയിരുന്നു. എന്റെ പരാതി സ്വീകരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു. ഒടുവിൽ എന്റെ പരാതി വാങ്ങിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കാമെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. പക്ഷെ നാളിതുവരെ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത ആപ്പിനയച്ച കംപ്ലൈന്റ് മെയിലിന് ഇന്നുവരെ ഒരു മറുപടിയും വന്നിട്ടില്ല. ശാപമോക്ഷം കാത്ത് ഇന്നും ആ ഇമെയിൽ അവരുടെ ഇൻബോക്സിൽ കിടക്കുന്നുണ്ടാകും. കല്ലട വിഷയം ചർച്ചയായപ്പോൾ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ആനവണ്ടിയില്ല എന്നൊക്കെ ചോദിച്ചു വരുന്നത് കാണുവാനിടയായി. എപ്പോഴെങ്കിലും ഒരു KSRTC കൗണ്ടറിൽ പോയാൽ മതി. ആ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ എന്ന പദം ഒഴിവാക്കുവാൻ പലതവണ ഞാനും അന്വേഷണങ്ങൾക്കായും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെയും കേരള സ്റ്റേറ്റ് RTC കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇന്നുവരെ ഒരു തവണ പോലും ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി അവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ 2 മണിക്കൂറൊക്കെ വൈകി എത്തുന്ന വേറെ ഒരു വണ്ടി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. കൗണ്ടറിൽ ഇരിക്കുന്നവരുടെ കുടുംബത്തിന്റെ വിഹിതം ചോദിച്ചു ചെല്ലുന്നവരെ പോലെയാണ് ആ കൂട്ടിലിരിക്കുന്ന ഏമാന്മാർ ജനങ്ങളെ കാണുന്നത്. പിന്നെ ഇന്നുവരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരുവനെയും ആ കൂടിനുള്ളിൽ കാണുവാൻ സാധിച്ചിട്ടുമില്ല. അതേസമയം കർണാടക സ്റ്റേറ്റ് RTCയുടെ കൗണ്ടറിൽ ഒന്ന് പോയി നോക്കണം. മര്യാദയോടെ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയാം. കേരള സ്റ്റേറ്റിന്റെ കൗണ്ടറിൽ ഈ ഏമാന്മാരെ ഇടുന്നതിന് മുന്നേ ഒരാഴ്ചയെങ്കിലും കർണാടകയുടെ കൗണ്ടറിന് മുന്നേ ട്രെയിനിങ്ങിനായി ഇവരെ ഇരുത്തണം. കണ്ടുപഠിക്കട്ടെ. മറ്റൊരു പ്രധാന പ്രശ്നം, യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സഹയാത്രികരുടെ സങ്കുചിത മനോഭാവമാണ്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ എന്തിന് തലയിടണമെന്ന് ചിന്തിച്ചു പ്രതികരിക്കാതെ ഇരിക്കും, ഉറക്കം നടിക്കും. ഇതൊക്കെ ആർക്കും എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങൾ. നാളെ ഇത് നിങ്ങൾക്കും സംഭവിച്ചേക്കാം. അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കൂ. സുകന്യ കൃഷ്ണ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.